പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിട്ടുള്ള നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. HTCയുടെ USA ചാപ്റ്ററിലുള്ള ഈ 4-ാം യാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾ, കർത്തൃദാസന്മാർ എല്ലാവർക്കുമുള്ള ക്രൈസ്തവ വന്ദനങ്ങൾ വിനീതമായി അറിയിക്കുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സോടുകൂടെ ഷിവപാസോട് പറഞ്ഞാണ് അമേരിക്കക്കാരുമായിട്ട് എനിക്കൊരു ഇടവേള തരണം എന്ന്. സ്തോത്രം. അടുപ്പിച്ച് ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കരുത്, എനിക്കും ബോറടിക്കരുത്. എന്നാൽ ഇന്ന് അവിചാരിതമായിട്ട് ആണ് പെട്ടെന്ന് ഈ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസൻ പറഞ്ഞത്. സ്തോത്രം. അപ്പൊ ഞാൻ പൊതുവെ ഈ സമയങ്ങളിൽ വീട്ടിൽ കാണാറുള്ളതല്ല. എന്നാൽ ഇന്ന് വീട്ടിലുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസന്റെ ക്ഷണം സ്വീകരിച്ചത്. സ്തോത്രം. കർത്താവിന്റെ വചനം സംസാരിക്കുമ്പോൾ മുഖം കാണിക്കാൻ കഴിയുന്നവർക്ക് മുഖം കാണിക്കണം, എന്നാലേ നമുക്ക് ആ വചന ശുശ്രൂഷയ്ക്ക് ഒരു തൃപ്തി ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം. നമ്മൾ ഇന്ന് രാവിലെ ചിന്തിപ്പാൻ പോകുന്ന വിഷയം 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് അതിന്റെ 28-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യമാണ് ഇന്നത്തെ വചനാധ്യാനത്തിനായി നാം വായിക്കാൻ പോകുന്ന വിഷയം. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പി. ആ വാക്യത്തിന്റെ അവസാനത്തെ ആ സെന്റൻസിലെ പദപ്രയോഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവനിൽ വസിപ്പി. പുതിയ നിയമത്തിലെ പഞ്ചഗ്രന്ഥങ്ങളുടെ എഴുത്തുകാരൻ എന്നാണ് അപ്പോസ്തലനായ യോഹന്നാനെ വിളിക്കുന്നത്. അതിന്റെ കാരണം അദ്ദേഹം 5 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു സുവിശേഷം, 3 ലേഖനങ്ങൾ, ഒരു പ്രവചന പുസ്തകം, അതായത് വെളിപ്പാട് പുസ്തകം. ഇങ്ങനെ പഴയ നിയമത്തിൽ മോശ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയതുപോലെ പുതിയ നിയമത്തിലെ പഞ്ചഗ്രന്ഥങ്ങളുടെ എഴുത്തുകാരൻ എന്നാണ് അപ്പോസ്തലനായ യോഹന്നാനെ വിളിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ രക്തസാക്ഷിയാകാതെ കാലസമ്പൂർണനായി മരിച്ച ഏക ദൈവദാസനാണ് അപ്പോസ്തലനായ യോഹന്നാൻ. യോഹന്നാന്റെ എഴുത്തുകൾ വളരെ വ്യത്യസ്തമായ എഴുത്തുകളാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന എഴുത്തുകളും കൂടാതെ ഉപദേശ വിഷയങ്ങളിൽ ആധികാരികതയോടെയുള്ള എഴുത്തുകളാണ് യോഹന്നാന്റെ എഴുത്തുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതാണ് ഈ വാക്യത്തിലെ പ്രധാനപ്പെട്ട വിഷയം. അവനിൽ വസിക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വസിക്കുക. സ്തോത്രം. നാം ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചാൽ, വസിക്കുക എന്നുള്ള ഈ വാക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ 112 പ്രാവശ്യം ഈ വാക്ക് പുതിയ നിയമത്തിൽ ആകമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വസിക്കുക എന്നുള്ള ഈ വാക്ക്. അതിൽ 66ഓളം പ്രാവശ്യം
ആ പദം രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ തന്നെയാണ്. ആകെ 112 പ്രാവശ്യം പുതിയ നിയമത്തിൽ വസിക്കുക എന്നുള്ള വാക്കുണ്ട്. അതിന്റെ പകുതിയിലേറെ കൂടുതൽ ഭാഗവും ഏകദേശം 66ഓളം പ്രാവശ്യം വസിക്കുക എന്നുള്ള പദം രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ തന്നെയാണ്. സുവിശേഷത്തിൽ ഏകദേശം 40 പ്രാവശ്യം ഈ പദമുണ്ട്, വസിക്കുക എന്നുള്ള പദം. പ്രത്യേകിച്ച് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലൊക്കെ ഈ പദത്തിന്റെ നിരവധി ആവർത്തനങ്ങൾ കാണുന്നുണ്ട്. സുവിശേഷത്തിൽ മാത്രം 40 പ്രാവശ്യം വസിക്കുക എന്നുള്ള ഈ വാക്ക്. കൂടാതെ 1 യോഹന്നാന്റെ ലേഖനത്തിൽ 23 പ്രാവശ്യം വസിക്കുക എന്നുള്ള വാക്ക് നാം കാണുന്നു. കൂടാതെ 2 യോഹന്നാന്റെ ലേഖനത്തിൽ 3 പ്രാവശ്യം ഈ വാക്ക് വസിക്കുക എന്നുള്ള വാക്ക് നാം കാണും. അങ്ങനെ 66ഓളം പ്രാവശ്യം വസിക്കുക എന്നുള്ള പദത്തിന് ഊന്നൽ കൊടുത്താണ് അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ എഴുത്തുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ വസിക്കുക, അവനിൽ വസിക്കുക എന്നുള്ള ആ ഒരു സന്ദേശത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്നുള്ളതിനാണ് ഞാൻ ഈ കണക്കുകൾ നിങ്ങളുടെ മുൻപിലേക്ക് നിരത്തി വെച്ചത്. നമ്മൾ വായിച്ച 2-ാം അധ്യായം, 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം, അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ 28-ാമത്തെ വാക്യം വരെ വായിച്ചാൽ ഏകദേശം 9-10 പ്രാവശ്യങ്ങൾ വസിക്കുക എന്നുള്ള പദം അവിടെ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ വായിച്ച 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഏകദേശം 9-10 പ്രാവശ്യങ്ങൾ വസിക്കുക എന്നുള്ള പദം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ മുഖവുരയായിട്ട് ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തിയതാണ്. സ്തോത്രം. ഇത് നമുക്ക് നോക്കേണ്ട ഒരു പ്രധാന വിഷയം, എന്താണ് ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ? ഒരു ദൈവഭക്തൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു. എനിക്ക് തോന്നുന്നത് സാധു സുന്ദർ സിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. ആ ദൈവഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു കൊല്ലന്റെ ആലയിൽ അല്ലെങ്കിൽ ഒരു കൊല്ലന്റെ പുരയിൽ നിങ്ങൾ ചെന്ന് ഒരു കറുത്ത ഇരുമ്പും കഷ്ണം കൊല്ലന്റെ കയ്യിലേക്ക് കൊടുത്താൽ കൊല്ലൻ അത് തൻ്റെ ആലയിലുള്ള ആ തീക്കകത്തേക്ക് ഈ കറുത്ത ഇരുമ്പും കഷ്ണം ഇടും. എന്നിട്ട് അദ്ദേഹം തൻ്റെ ആലയിലെ തീ ഊതി കത്തിക്കും. സ്തോത്രം. ഇപ്പോൾ ആ ഇരുമ്പ കഷ്ണം കൊല്ലന്റെ ആലയിലെ തീയിൽ കിടക്കുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഇരുമ്പ് കഷ്ണത്തിന്റെ കറുത്ത കളർ മാറും. പകരം അതിൽ ഒരു ചുമന്ന നിറം വ്യാപിക്കുകയാണ്. അതിലേക്ക് ഇടുമ്പോൾ അതിന് കറുത്ത നിറമായിരുന്നു ആ ഇരുമ്പ് കഷ്ണത്തിന്. പക്ഷേ ഈ തീയിൽ കിടന്ന് കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ കറുത്ത നിറം മാറിയിട്ട് അതൊരു ചുമന്ന നിറം അതിലേക്ക് വ്യാപിക്കുകയാണ്. തീയുടെ ചൂടേറ്റ് ആ തീയ് ഇപ്പോൾ ഇരുമ്പിലേക്ക് കയറി. ഇപ്പോൾ തീ എവിടെയാണ്? ഇപ്പോൾ തീ ഇരുമ്പിലാണ്.
എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഇതുപോലെ ക്രിസ്തുവിൽ ഒരാൾ വസിക്കുക എന്ന് പറഞ്ഞാൽ ഇരുമ്പിൽ തീ കയറിയതുപോലെ, ഇരുമ്പിൽ തീ ആയതുപോലെ ക്രിസ്തു നമ്മിൽ ആയിത്തീരുന്ന അവസ്ഥയാണ്, ക്രിസ്തു നമ്മിൽ ആയിത്തീരുന്ന പ്രതിഭാസമാണ് ക്രിസ്തുവിൽ വസിക്കുക എന്നതുകൊണ്ട് ഉപയോഗപ്രദമാകുന്ന പദം. നാം രക്ഷിക്കപ്പെട്ടു, നാം സ്നാനപ്പെട്ടു, നാം പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു. ഓരോ ദിവസവും ആ ജീവനുള്ള കല്ലായ യേശുക്രിസ്തുവിനോടുകൂടെ ചേർന്നിട്ട്, പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവനുള്ള കല്ലായ യേശുക്രിസ്തുവിനോടുകൂടെ ചേർന്നിട്ട് നാമും ജീവനുള്ള കല്ലുകൾ ആയിത്തീരും. സ്തോത്രം. അങ്ങനെയെങ്കിൽ കർത്താവിനോടുള്ള അനുദിനമായ നമ്മുടെ സംസർഗത്തിലൂടെ ക്രിസ്തു നമ്മിൽ ആയിത്തീരുന്ന ആ പ്രതിഭാസമാണ് ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളത്. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോൾ ക്രിസ്തു നിങ്ങളിൽ ആയിത്തീർന്നിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുണ്ടോ? ക്രിസ്തു നിങ്ങളിൽ ആയിത്തീർന്നിട്ടുണ്ടോ എന്നൊരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ നിങ്ങളിൽ കാണുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. സ്തോത്രം. ഒന്നുകൂടെ ആ വിഷയത്തെ ഒന്നുകൂടെ അപഗ്രഥിച്ചു പറഞ്ഞാൽ, ഒരാളുടെ ലൈഫിൽ ക്രിസ്തു അവരിലായി തുടങ്ങുന്നത്, ക്രിസ്തു നമ്മിലായിത്തീരുന്ന ആ അവസ്ഥ നമ്മിൽ ആരംഭിക്കുന്നത് നമ്മുടെ ആത്മരക്ഷയിലൂടെയാണ്. നാം രക്ഷിക്കപ്പെടുന്നതിലൂടെയാണ് ക്രിസ്തു നമ്മിൽ ആയിത്തീരുന്ന, ക്രിസ്തുവിൽ വസിക്കുന്ന അനുഭവത്തിലേക്ക് നാം വരുന്നത്. സ്തോത്രം. എന്നാൽ അത് കൊണ്ട് നാം ഒതുങ്ങരുത്. പകരം ദൈനംദിന ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധം നാം വലുതാക്കും തോറും, നാം ആ ബന്ധം ദൃഢമാക്കും തോറും ക്രിസ്തു നമ്മിൽ ആയിത്തീരുന്നത് അത്ര അഗാധമായ അവസ്ഥയിലേക്ക് വരികയാണ്. സ്തോത്രം. യിരെമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇസ്രായേലും യഹോവയായ ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ഒരു പ്രത്യേക ആലങ്കാരിക പ്രയോഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. യിരെമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം: യഹോവ എന്നോട്, നീ ചെന്ന് ഒരു ചണനൂൽക്കച്ച വാങ്ങി നിന്റെ അരയ്ക്ക് കെട്ടുക, അതിനെ വെള്ളത്തിൽ ഇടരുത് എന്ന് കൽപ്പിച്ചു. സ്തോത്രം. ഇനി അത് മാത്രമല്ല, താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അരയിൽ അണിഞ്ഞ ചണനൂൽക്കച്ചയോടാണ് ഇസ്രായേലിനെ ദൈവം ഉപമിച്ചിരിക്കുന്നത്. ദൈവം പറയുന്നത് ഇസ്രായേലിനെ തന്റെ അരയിൽ താൻ അണിഞ്ഞിരിക്കുന്ന ഒരു ചണനൂൽക്കച്ചയാണ്. അപ്പൊ നോക്കിക്കേ, ഒരാളുടെ അരയിൽ ഒരു അരക്കച്ച, ഒരു ചണനൂൽക്കച്ച ഇണങ്ങി ഇഴുകിയിരിക്കുന്നത് പോലെ ഒരു ബന്ധമാണ് ഇസ്രായേലും യഹോവയായ ദൈവവും തമ്മിൽ ഉണ്ടായിരുന്നത്. സ്തോത്രം. ആ ഒരു ബന്ധമാണ് ക്രിസ്തുവുമായി ദൈവമക്കൾക്ക് അനുദിന ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. സ്തോത്രം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സ്തോത്രം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നുള്ള ബന്ധമാണ്. പഴയ നിയമത്തിൽ അരക്കച്ചയായിരുന്നു ഇസ്രായേൽ മക്കളെങ്കിൽ, ആ അരക്കച്ചയത്തിന്റെ അരയിൽ അണിഞ്ഞ ദൈവമായിരുന്നു യഹോവയായ ദൈവമെങ്കിൽ, അതിനേക്കാൾ ദൃഢമായ ബന്ധമാണ് പുതിയ നിയമത്തിൽ.
മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നുള്ള ബന്ധമാണ്. എന്താ അതിന്റെ അർത്ഥം? സ്തോത്രം. മുന്തിരിവള്ളിയിൽ നിന്ന് കൊമ്പുകൾക്ക് വേർപെടുവാൻ കഴിയുകയില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ വേർപെടുത്താൻ കഴിയാത്ത ഒരു അഭേദ്യമായ ബന്ധമാണ് ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ള, ക്രിസ്തു നമ്മിൽ ആയിത്തീരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോമാലേഖനത്തിൽ പൗലോസ് അതാണ് പറഞ്ഞത്, ഈ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ ആരാണ് വേർപെടുത്തുന്നത്? ആപത്ത് വരട്ടെ, നഗ്നത വരട്ടെ, പട്ടിണി വരട്ടെ, ഉപദ്രവം വരട്ടെ, ഉയരത്തിലുള്ളത് വരട്ടെ, ആഴത്തിലുള്ളത് വരട്ടെ, എന്തു തന്നെ വന്നാലും എന്നെ വേർപെടുത്താൻ ഇതിനൊന്നും കഴിയില്ല. കാര്യം അത്ര അഗാധമായ ദൃഢമായ ബന്ധത്തിലാണ് താൻ ക്രിസ്തുവുമായി വന്നിരിക്കുന്നത്. ക്രിസ്തു അത്ര ഡീപ്പായി തന്നിലായി തീർന്നിരിക്കുകയാണ്. താൻ ക്രിസ്തുവിൽ അത്ര അഗാധത്തിൽ വസിക്കുകയാണ്. ഇന്ന് രാവിലെ നാം ഈ ഒരു ദൃഢമായ ബന്ധത്തിലേക്ക് വന്നിട്ടുണ്ടോ? സ്തോത്രം. ഒരു മെസ്സേജ് കേട്ട് കുറെ അറിവുകൾ ശേഖരിച്ചു എന്നതിന്റെ അപ്പുറം നമുക്ക് ദൈനംദിന ജീവിതത്തിൽ കർത്താവുമായുള്ള ഈ ബന്ധത്തിൽ എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്? സ്തോത്രം. അവനവനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സ്തോത്രം. ഒരാളുടെ തലയും ശരീരവും തമ്മിൽ വേർപെടുത്താൻ കഴിയില്ല. വേർപെടുത്തിയാൽ ജീവൻ നഷ്ടപ്പെട്ടു പോകും. ഇതുപോലെയാണ് കർത്താവായ യേശുക്രിസ്തുവും നാമും തമ്മിലുള്ള ബന്ധം. അവൻ സഭ എന്ന ശരീരത്തിന്റെ ശിരസാണ്. നാം ആ ശിരസിന്റെ ശരീരമാണ്. ഇതിനെ രണ്ടിനെയും വേർപെടുത്താൻ കഴിയില്ല. വേർപെടുത്താൻ കഴിയാത്ത അത്ര ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്നത്. എന്നാൽ പല ആളുകളുടെയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നമ്മൾ പരിശോധിച്ചാൽ, തല ഒരു ഭാഗത്ത് കിടപ്പുണ്ട്, ശരീരം ഒരു ഭാഗത്ത് കിടപ്പുണ്ട്. വേർപെട്ട് കിടക്കുന്ന, ബന്ധമറ്റ് കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇന്ന് രാവിലെ അതൊന്ന് പരിഹരിച്ച് ആ ബന്ധമൊന്ന് ദൃഢമാക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഈ രാവിലെ സമയം പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം. നമ്മൾ ഒന്ന് ചിന്തിച്ച, വളരെ വേഗം ചിന്തിച്ച് അവസാനിപ്പിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, അവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തോത്രം. നമ്മൾ അതിന്റെ ഒരു നിർവചനമാണ് മുമ്പ് കേട്ടത്. ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലായിത്തീരുക എന്നുള്ളതാണ്. കോമൺലി ഉള്ള ഒരു നിർവചനമാണ്. എന്നാൽ ഒന്ന് യോഹന്നാന്റെ ലേഖനത്തെ ആസ്പദമാക്കി യോഹന്നാൻ അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത് എന്താണ്? ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതിന്, അവനിൽ വസിക്കുക എന്നുള്ളതിന് യോഹന്നാൻ അർത്ഥമാക്കുന്നത് എന്താണ്? സ്തോത്രം. ഒന്നാമത്തെ കാര്യത്തിലേക്ക് ഓടിവരാം. അവനിൽ വസിക്കുക എന്നുള്ളതിന് യോഹന്നാൻ അർത്ഥമാക്കുന്നത് എന്താണ്? നമുക്ക് 2-ാം അധ്യായത്തിന്റെ 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. 6-ാമത്തെ വാക്യം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അയ്യോ, വളരെ അപകടം പിടിച്ചൊരു പദമാണത്. അപ്പോൾ എന്താണ് യോഹന്നാന്റെ ഭാഷ്യത്തിൽ അവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ? സ്തോത്രം. അവൻ നടന്നതുപോലെ നടക്കുന്നതാണ് അവനിൽ വസിക്കുക എന്നതിന്റെ ഒറിജിനൽ അർത്ഥം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ എങ്ങനെയാണോ 33.5 വർഷം നടന്നത്, അതുപോലെ നാമും നടക്കുന്നതാണ് അവനിൽ വസിക്കുക എന്നുള്ളത്. ചിലർ ചോദിക്കും, പാസ്റ്റർ അങ്ങനെയൊക്കെ നമുക്ക് നടക്കാൻ പറ്റും? അങ്ങനെ നടക്കാൻ നിന്നെ സഹായിക്കാനാണ്
താൻ പോകുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞതും മാളിക മുറിയിലേക്ക് സഹായിയായി നമുക്ക് വേണ്ടി അയച്ചു. അപ്പോൾ സഭായോഗത്തിന് പോകുന്നതോ 3 അന്യഭാഷ പറയുന്നതോ ഒരു വേദോസത്തിന്റെ 2 വാക്യം വായിച്ചിട്ട് തുടങ്ങുന്നതോ അല്ല. ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തു നടന്നതുപോലെ നടക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അവൻ ജീവിച്ചതുപോലെ ജീവിക്കേണ്ടതാകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടവും നമ്മുടെ താല്പര്യവുമല്ല. നാം ക്രിസ്തുവിൽ ആയിത്തീർന്നാൽ, ക്രിസ്തു നമ്മിലായിത്തീർന്നാൽ നാം ക്രിസ്തുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്ന ഒരു നടപ്പാണ് അവൻ നടന്നതുപോലെ നടക്കേണ്ടുന്ന അവസ്ഥ. സ്തോത്രം. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നുണ്ട്, അവന്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ അവനൊരു മാതൃക വെച്ചിട്ട് പോയി. മനസ്സിലായില്ലേ? കുറച്ച് കാൽച്ചുവടുകൾ കാണിച്ചു തന്നിട്ടാണ്, അതൊരു മാതൃകയാക്കാൻ കാണിച്ചു തന്നിട്ടാണ് കർത്താവ് പോയത്. അത് സ്നാനവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, കുറെ കാൽച്ചുവടുകൾ. നമ്മൾ ആ കാൽച്ചുവടിൽ നമ്മുടെ കാലുകൾ വെച്ചു വേണം മുൻപോട്ട് നടക്കാൻ. എങ്കിൽ മാത്രമേ ആ മാതൃക നമ്മൾ പിന്തുടരുന്നു, അവൻ നടന്നതുപോലെ നാം നടക്കുന്നു എന്ന് പറയാൻ കഴിയൂ. പത്രോസ് പറയുന്ന യേശു മാതൃകയായി ഇവിടെ വെച്ചിട്ട് പോയ കാൽച്ചുവടുകൾ, സ്തോത്രം, വ്യത്യസ്തകരമായ 1-2 കാര്യങ്ങളാണ്. എന്തായിരുന്നു ആ പത്രോസ് പറഞ്ഞ മാതൃക? തന്നെ ശകാരിച്ചവരോട് പകരം ശകാരിക്കാതെ ഇരുന്ന കർത്താവ്. അതാണ് പത്രോസ് പറഞ്ഞ മാതൃക. സ്തോത്രം. തന്നെ ശകാരിച്ചവരോട് പകരം ശകാരിക്കാത്ത ഒരു കർത്താവ്. തന്നെ കഷ്ടം അനുഭവിപ്പിച്ചവരോട് ഭീഷണി പറയാത്ത കർത്താവ്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലാണ് പറഞ്ഞത്, നിങ്ങൾ അവന്റെ കാഴ്ചപ്പാട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയത്. ആ മാതൃക എന്താണെന്നുള്ളത് 23-ാമത്തെ വാക്യത്തിലും വളരെ വ്യക്തമായി പറയും. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാത്ത കർത്താവ്. തന്നെ കഷ്ടം അനുഭവിപ്പിച്ചവരോട് ഭീഷണം പറയാതിരുന്ന കർത്താവ്. നമ്മളാണെങ്കിൽ നമ്മൾ ഒരാൾ ശകാരിച്ചാൽ മനസ്സിലെങ്കിലും പറയും, എന്റെ സമയം വരുമെന്ന്. അല്ലെങ്കിൽ എവിടെ പോകാനാ, ഇന്നുകൊണ്ടത് അവസാനിക്കത്തില്ലല്ലോ, അല്ല ഞാൻ ഉപവാസത്തിലായിപ്പോയി. ഭീഷണി പറയാത്ത കർത്താവ്. പിന്നെ കർത്താവ് എന്താ മാതൃക കാണിച്ചത്? ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ കാര്യം ഭരമേൽപ്പിക്കുകയത്രേ ചെയ്തത്. ഇന്ന് എത്ര ദൈവമക്കൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ വിശ്വാസികൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ രക്തബന്ധങ്ങളിലൂടെ നിങ്ങളെ ശത്രു ഉപദ്രവിക്കുമ്പോൾ, നിങ്ങളുടെ സഭയിലെ പാസ്റ്ററിലൂടെ ഓഫീസിലൂടെ ഒക്കെ നിങ്ങളെ പല രീതിയിൽ പിശാച് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ, തിരിച്ചവരോട് അതേ നാണയത്തിൽ ശകാരിക്കാതെ, ഭീഷണി പറയാതെ, പ്രാർത്ഥനാ മുറിയിൽ കാര്യം ന്യായമായി വിരിക്കുന്നവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ആ മാതൃകയെ, ആ കാഴ്ചപ്പാടുകളെ പിൻപറ്റുന്ന എത്ര ദൈവമക്കൾ ഇന്ന് ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്നു? സ്തോത്രം. അപ്പോൾ എന്താണ് അവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ? അവൻ ജീവിച്ചതുപോലെ ജീവിക്കുക, അവൻ നടന്നതുപോലെ നടക്കുക. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, കർത്താവിന്റെ ജീവിതമാണ് ലോകത്തെ ആകർഷിച്ചത്. പാലസ്തീനിൽ, ഇസ്രായേലിൽ ഒരു ചെറിയ കോണിൽ നിന്ന് ശുശ്രൂഷിച്ച യേശു ക്രിസ്തുവിനെ ലോകത്തിന്റെ 5 വൻകരകളിലേക്കും ജനങ്ങളിലേക്ക് ആകർഷിച്ചത് കർത്താവിന്റെ ദൈവത്വമല്ല, അവൻ ചെയ്ത നന്മയാണ്, അവന്റെ ജീവിതമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയും ശ്രീബുദ്ധനുമൊക്കെ യേശുവിനെ കുറിച്ച്
നല്ല വർത്തമാനങ്ങൾ പറഞ്ഞത്. ആ യേശു ക്രിസ്തുവിന്റെ കാലത്ത് ഞങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കാൽപാദം കഴുകിയ വെള്ളം കുടിക്കുമായിരുന്നു എന്നൊക്കെ അവർ പറയാൻ കാരണം, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ശിഷ്യന്മാരുടെ പാദം കഴുകിയ ഒരു ഗുരുവിനെ ഞാൻ കണ്ടിട്ടുള്ളത് യേശു ക്രിസ്തുവാണെന്ന് ശ്രീകുമാരൻ തമ്പി എന്ന ഗാനരചയിതാവ് പറയാൻ കാരണം കർത്താവിന്റെ ജീവിതമാണ്. നിങ്ങളുടെ ലൈഫ് എത്ര പേരെ സ്വാധീനിക്കുന്നുണ്ട്? നിങ്ങൾ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫ്, നമ്മൾ സുവിശേഷം പറയാൻ വേണ്ടി പോകുന്നു, പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോൾ അത് വല്ലയിടത്തൊക്കെ എഫക്റ്റീവ് ആകണമെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ കഴിയുമെന്നുള്ള ഉറപ്പിലാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ കർത്താവിനെയും എന്നെയും അനുകരിപ്പീനെന്ന്. നമുക്കിപ്പം എന്നെയും എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ യോഹന്നാൻ അർത്ഥവത്താക്കുന്ന ഒന്നാമത്തെ അർത്ഥം അവൻ നടന്നതുപോലെ നടക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ അർത്ഥം 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. 1 യോഹന്നാൻ 2:10. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. അപ്പോൾ അവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ അർത്ഥം വെളിച്ചത്തിൽ വസിച്ചുകൊണ്ട് ഇടർച്ചയില്ലാത്ത ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന ഒരു ജീവിതമല്ല, മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താത്ത, ഇടർച്ച നീക്കുന്ന ഒരു ജീവിതം നയിക്കുക. അതിന് വെളിച്ചത്തിൽ വസിച്ചേ മതിയാകൂ. നമ്മുടെ പലരുടെയും വസ്ത്രധാരണം എത്രയോ പേർക്ക് ഇടർച്ച വരുത്തുന്നു. നമ്മുടെ പലരുടെയും ഭക്ഷണങ്ങൾ, നമ്മുടെ പലരുടെയും നടപ്പ് എത്രയോ പേർക്ക് ഇടർച്ച വരുത്തുന്നു. ചില ആളുകളൊക്കെ ചിലരെ വിരൽ ചൂണ്ടി കാണിച്ചിട്ട് എന്നോട് പറയാറുണ്ട്, കുഞ്ഞെ, ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ, നീ അത് അർത്ഥവത്താകണമെങ്കിൽ വെളിച്ചത്തിൽ വസിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഇടർച്ചയില്ലാത്തൊരു ജീവിതം നയിക്കണം. എങ്കിലേ ക്രിസ്തുവിൽ വസിക്കുന്നു എന്നുള്ളതിന് ഒരർത്ഥമുണ്ടാകൂ എന്നുള്ളത് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഈ വെളിച്ചത്തിൽ വസിക്കേണ്ടത്? വെളിച്ചത്തിൽ വസിച്ചാലുള്ള ഗുണം എന്താണ്? 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 1 യോഹന്നാൻ 1:7. വെളിച്ചത്തിൽ വസിച്ചാലുള്ള ഗുണം എന്താണ്? അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പോൾ വെളിച്ചത്തിൽ നാം വസിച്ചാൽ നമുക്ക് ഒരു കൂട്ടായ്മയിലേക്ക് ചേരാം. ഒരു കൂട്ടായ്മ ബന്ധം ദൈവമായി സ്ഥാപിക്കാം. സ്തോത്രം. അപ്പോൾ ഇരുട്ട് മാറിയിട്ട് വെളിച്ചത്തിൽ വസിക്കുക. വെളിച്ചത്തിൽ വസിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് ഇടർച്ചയില്ലാതൊരു ജീവിതം നയിക്കാൻ കഴിയൂ. നിങ്ങൾ നിങ്ങളുടെ വർത്തമാനം ആർക്കെങ്കിലും ഇടർച്ച വരുത്തുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ഒരു ദൈവദാസനെ കുറിച്ചാണ് പറഞ്ഞത്. സ്റ്റേജിൽ നിന്ന് ഉഗ്രം പ്രസംഗമൊക്കെയാ, പക്ഷെ വെളിയിലോട്ട് വന്നിട്ട് പൊട്ടച്ചെല്ലും തമാശയും കളിവാക്കും മാത്രമേ പറയൂ. ഇടർച്ചയില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ കഴിയണമെങ്കിൽ വെളിച്ചത്തിൽ വസിക്കണം. അത്ര ഞാനിപ്പോ പറയുന്നുള്ളൂ. അവനിൽ വസിക്കുക എന്നുള്ളതിന്റെ 2-ാമത്തെ യോഹന്നാൻ അർത്ഥവത്താക്കുന്ന അർത്ഥം അതാണ്. 3-ാമത്തെ കാര്യം, ക്രിസ്തുവിൽ വസിക്കുക അഥവാ അവനിൽ വസിക്കുക എന്നുള്ളതിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ അർത്ഥവത്താക്കുന്ന
മൂന്നാമത്തെ അർത്ഥം 2-ാം അധ്യായം 1 യോഹന്നാൻ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കും. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കും. അപ്പോൾ അവനിൽ വസിക്കുക എന്നുള്ളതിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ അർത്ഥവത്താക്കുന്ന മൂന്നാമത്തെ കാര്യം, ദൈവ വചനം നിങ്ങളിൽ വസിക്കുക എന്നുള്ളതാണ് കർത്താവിൽ വസിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. കാരണം യോഹന്നാൻ യേശുക്രിസ്തുവിനെ ദൈവമായിട്ടാണ് തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നത്. അത് മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ദൈവവചനത്തിന് യേശുക്രിസ്തു എന്നുള്ള പേര് കൊടുത്തത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വചനമെന്ന് വിശേഷിപ്പിച്ചത് യോഹന്നാനാണ്. വെളിപ്പാട് പുസ്തകത്തിൽ എനിക്ക് 19-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, സ്തോത്രം, ദൈവവചനം എന്ന് അവന് പേരുണ്ടെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഒരാൾ യേശുക്രിസ്തുവിൽ വസിക്കുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവ വചനത്തിൽ വസിക്കുന്നു, ദൈവ വചനം നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ജീവിതം. നിങ്ങൾ എത്ര വർഷമായിട്ട് നിങ്ങൾ വചനം കേൾക്കുന്നു? നിങ്ങൾ കേട്ട വചനം നിങ്ങളിൽ വസിക്കുന്നുണ്ടോ പ്രിയരെ? വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തൊരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ പ്രവാചകനെ വിളിച്ചോ അല്ലെങ്കിൽ മറ്റൊരാളെ വിളിച്ചോ ഡിപ്പെൻഡന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ വസിക്കുന്ന, നിങ്ങൾ കേട്ട വചനം നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധിയെ നോക്കി നിങ്ങൾ ആ വചനം ചൊല്ലി നിങ്ങൾ അതിനെ ജയിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾ അതിനെ ഓവർകം ചെയ്തുകൊണ്ടേയിരിക്കും. സ്തോത്രം. നമ്മുടെ ആളുകൾക്കെല്ലാം ഇപ്പോൾ വചനത്തോടുള്ള അവരുടെ അപ്രോച്ച് സെക്കൻഡറി ആണ്. ഈ അടുത്ത സമയത്ത് ഞാനോടത്ത് പ്രസംഗിക്കാൻ ചെന്ന് പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ചു, ഞങ്ങൾ അറിഞ്ഞത് പ്രവാചകനാണെന്നല്ലോ, ദൂതൊന്നും പറഞ്ഞില്ല. ചിലർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എത്ര വചനം കേട്ടാലേ അവർ പറയും ഇച്ചിരി ദൂതൂടെ ഉണ്ടായിരുന്നല്ലേ. ഞാൻ ഈ ബ്രദറുകാരെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. കാര്യം എത്ര വർഷമായി ഒരു പ്രവചനം ഒരു ദൂത് കേൾക്കുന്നില്ല, അവർക്ക് ഒരു പ്രശ്നമില്ല. നമ്മളൊരു എന്താ നമ്മൾ കേൾക്കുന്ന ഈ ദൂത്? സത്യത്തിൽ ഒരു മാനസിക രോഗികളുടെ ഒരു ലക്ഷണം പോലെ എനിക്ക് തോന്നുന്നത് ഈ എപ്പോഴും ദൂത് കേൾക്കാൻ പോകുന്നത്. കാര്യം ഈ ദൂതെന്ന് പറയുന്നത് അവരെ തിരുത്തുന്നതോ തർജ്ജനം ചെയ്യുന്നതോ ആയിട്ടുള്ള ദൂത് അവർ കേൾക്കുന്നെങ്കിൽ പിന്നെ അവർ പോവുകയില്ല. ഇപ്പം എൻ്റെ അടുത്ത് റജി ബ്രദർ വന്നൊരു ദൂത് കേൾക്കാൻ വേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, മകനെ കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ നിന്റെ കുറച്ച് എടുത്തിയാട്ടങ്ങളും കഴുത്തിനേറ്റുള്ള നാക്കും ഇതൊക്കെ ഒന്ന് നിർത്തി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് ഇദ്ദേഹം ദൂത് കേൾക്കാൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? വരികയല്ല. അതേസമയം ഞാൻ പറയാണ്, മകനെ നിന്നെ അടുത്ത റെയിൻവാർഡ് ബോങ്കയാക്കാൻ പോകുകയാണ്. അമേരിക്കയിൽ ഒരു ഉണർവുണ്ടെങ്കിൽ നിന്നിൽ നിന്ന് തുടങ്ങും. ഇങ്ങനെ ഒരു 5-6 പോസിറ്റീവ് മോട്ടിവേഷൻ പോലുള്ള കാര്യം പറഞ്ഞാൽ പുള്ളി സ്ഥിരം എന്നെ വിളിക്കുകയും ചെയ്യും. എൻ്റെ ഗൂഗിൾ പേക്കകത്ത് ഗാന്ധിജി വരികയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? എന്താ അതിന്റെ കാര്യം? വീണ്ടും വീണ്ടും എന്നെ വിളിക്കും ദൂത് കേൾക്കാൻ. എന്താ കാര്യം? പുള്ളിയെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയുന്ന കേൾക്കാൻ ഒരു രസം. അത് ഈ പൊക്കി പറയുന്ന കേൾക്കാൻ വേണ്ടിയായി പലരും പറയുന്നത്. അതൊരു മാനസിക രോഗത്തിന്റെ ലക്ഷണമാണ്. നല്ല പ്രവാചകന്മാരുണ്ട്, ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, എന്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ട്. പക്ഷേ കുറവുകളെ അവർ വിരൽ ചൂണ്ടുമായിരുന്നു. അവർ ചർച്ചിൽ പ്രസംഗിക്കാൻ വരുന്നത് കേട്ടാൽ ആളുകൾ കുറയുമായിരുന്നു. സ്തോത്രം. ഇന്ന് ഇപ്പൊ അങ്ങനെ നാർക്കിട്ടപ്പോലും കിട്ടാനില്ല. സ്തോത്രം. പക്ഷെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇരമ്യാവ് പറഞ്ഞ പ്രവചനം, ഇരമ്യാവ് പറഞ്ഞത് നിങ്ങളുടെ പ്രവാസ ജീവിതം മാറ്റുവാൻ നിങ്ങളുടെ അതിക്രമം ഓർപ്പിക്കുന്ന പ്രവാചകന്മാർ ഇല്ലാതെ പോയെന്നാണ്. അപ്പൊ നമ്മൾ പ്രവാസത്തിൽ പോകേണ്ടതിന് കാരണമായ നമ്മുടെ അതിക്രമങ്ങൾ നമ്മൾക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞ് നമ്മെ പശ്ചാത്തപിപ്പിക്കാനാണ് ദൈവദാസന്മാരെ ദൈവം പ്രവാചക ദൗത്യവുമായി വെച്ചിരിക്കുന്നത്. അത് ഇപ്പൊ ഞാൻ പറയും, നല്ല ഒരു വചനപ്രസംഗി ഒരു നല്ല പ്രവാചകനാണെന്ന് ഞാൻ പറയും. വചനത്തോട് ഒരുത്തനെ തിരുത്തിക്കാൻ, ചിന്തിപ്പിക്കാൻ, പശ്ചാത്തപിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ നല്ലൊരു പ്രവാചകനാണെന്ന് പറയുന്നതിൽ തെറ്റില്ല.
സ്തോത്രം. അപ്പോൾ ദൈവവചനം നിങ്ങളിൽ വസിക്കണം. സ്തോത്രം. 119 സങ്കീർത്തനം 97 വാക്യത്തിൽ പറയുന്നു, ഇടവിടാതെ ഞങ്ങൾ നിന്റെ ന്യായപ്രമാണം ധ്യാനിക്കുന്നു. ഇടവിടാതെ ഞങ്ങൾ നിന്റെ വചനം ധ്യാനിക്കുന്നു. നിന്റെ ന്യായപ്രമാണം ഞങ്ങൾക്ക് എത്രയോ പ്രിയമാകുന്നു. ഇതിപ്പോ കേരളം മൊത്തം കൃപാവരങ്ങളുടെ പുറകെയാണ്. സ്തോത്രം. അവർക്കറിയാത്തൊരു കാര്യമുണ്ട്, നമുക്ക് പ്രവചനവും വെളിപ്പാടും ദൂതും വ്യാഖ്യാനവും എല്ലാം വേണം, രോഗശാന്തിയും ഭൂതശാന്തി എല്ലാം വേണം, വേണ്ടാന്നല്ല. പക്ഷേ പ്രവചനം ദൈവമല്ല, രോഗശാന്തി ദൈവമല്ല, ഭൂതശാന്തി ദൈവമല്ല, ഭാഷാവരം ദൈവമല്ല, പക്ഷെ വചനം ദൈവമാണ്. നിങ്ങളുടെ ഉള്ളിൽ വചനം വസിക്കണം. ക്രിസ്തുവിൽ വസിക്കുന്നവന്റെ പ്രത്യേകത, അവൻ വചനത്തിൽ വസിക്കുമ്പോൾ, വചനം നിങ്ങളിൽ വസിക്കുമ്പോഴാണ് നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ചിന്തിക്കാം, എന്താണ് ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളത് യോഹന്നാന്റെ വീക്ഷണത്തിൽ. ഒന്ന്, യേശു ക്രിസ്തു നടക്കുന്നത് പോലെ നടക്കുന്നതാണ്. രണ്ട്, വെളിച്ചത്തിൽ വസിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഇടർച്ചയില്ലാത്ത ജീവിതം നയിക്കുന്നവരാണ് ക്രിസ്തുവിൽ വസിക്കുക. മൂന്ന്, ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിശ്ചയം നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ വസിക്കണം? ഓടിച്ച് 3 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ വസിക്കണം? ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്നുള്ള കാര്യം ഉള്ളത് കൊണ്ട് നാം ക്രിസ്തുവിൽ വസിക്കണം. എന്ന് പറഞ്ഞാൽ അവൻ പ്രത്യക്ഷനാകും എന്നുള്ളത് കൊണ്ട് നാം ക്രിസ്തുവിൽ വസിക്കണം. നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് മടങ്ങി വരാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. സ്തോത്രം. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ, അപ്പോൾ എന്തുകൊണ്ടാണ് നാം അവനിൽ വസിക്കേണ്ടത്? അവൻ പ്രത്യക്ഷനാകാൻ പോകുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ് നമ്മളുടെ പ്രത്യാശ. അങ്ങനെ ഒരു ഉപദേശം നമുക്കില്ലായിരുന്നെങ്കിൽ നമ്മുടെ സഭയ്ക്ക് വല്ല നിലനിൽപ്പുണ്ടായിരുന്നു. കുറച്ച് ആളുകൾ കൂടെ നിത്യതയ്ക്ക് അവകാശികളാകാൻ വേണ്ടിയാണ് അവൻ താമസിക്കുന്നത്, അല്ലെങ്കിൽ അവൻ എന്നേ വന്നേനെ. സ്തോത്രം. താമസവിന നമ്മുടെ കർത്താവ് വരും. യോഹന്നാന്റെ 1-ാം ലേഖനം തന്നെ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. എന്തിനു വേണ്ടിയാണ് കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മൾ കൊതിക്കുന്നത്? കർത്താവ് എങ്ങനെ ആയിരിക്കുന്നു അങ്ങനെ തന്നെ കർത്താവിനെ കാണും. നമ്മൾ ഭൂമിയിലുള്ള കർത്താവിനെ പലരും കണ്ടിട്ടുള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല, പിതാക്കന്മാർ പലരും. പക്ഷെ കർത്താവ് മഹത്വ പ്രത്യക്ഷതയിൽ, കർത്താവ് തനി തേജസ്സോടെ ആയിരിക്കും സഭയെ ചേർക്കാനാണെങ്കിലും മേഘത്തിൽ വരുന്നത്. അപ്പോൾ കർത്താവ് എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ കർത്താവിനെ കാണും. അങ്ങനെ കാണണമെങ്കിൽ നാം അവന്റെ പ്രത്യക്ഷത്തിൽ അവനോട് സദൃശന്മാരാകും. അങ്ങനെ അവനോട് സദൃശന്മാരാകുമ്പോഴാണ് നാം കർത്താവ് എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ കർത്താവിനെ കാണാം. അപ്പോൾ അവന്റെ പ്രത്യക്ഷത എന്നുള്ള ഒന്ന് ഉള്ളത് കൊണ്ട് നാം അവനിൽ വസിക്കണം. കർത്താവിന്റെ പ്രത്യക്ഷതയുമായിട്ട് നാം കർത്താവിൽ വസിക്കുന്നതിന് ബന്ധമുണ്ട്. നാം അവനിൽ വസിച്ചാലേ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് അവനോട് സദൃശന്മാരാകാൻ കഴിയും. അത് മാത്രമല്ല, കർത്താവിന്റെ പ്രത്യക്ഷത എന്നുള്ളത് ഉള്ളത് കൊണ്ട് അവരെങ്ങനെ ജീവിക്കണമെന്നും കൂടെ യോഹന്നാൻ പറയുന്നുണ്ട്. 3-ാം വാക്യം 1 യോഹന്നാൻ 3:3 പറയുന്നുണ്ട്, അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം. ഏത് പ്രത്യാശ? കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവൻ
എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ അവനെ കാണുവാൻ നാം അവനോട് സദൃശന്മാരാകുമെന്നുള്ള ഈ പ്രത്യാശ ഉള്ളവരെങ്ങനെ ജീവിക്കണം? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് ജീവിക്കണം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ കർത്താവ് വരും. ഞാൻ വിശ്വസിക്കുന്നു പ്രപഞ്ച ലക്ഷണങ്ങൾ, യഹൂദിയ ലക്ഷണങ്ങൾ, ജാതീയ ലക്ഷണങ്ങൾ എല്ലാം നോക്കുമ്പോൾ കർത്താവ് ഈ തലമുറയിൽ വരുമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷയും പ്രത്യാശയും. സ്തോത്രം. അപ്പോൾ എന്തുകൊണ്ട് ക്രിസ്തുവിൽ വസിക്കണം? സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകാൻ പോകുന്നത് കൊണ്ട് നാം അവനിൽ വസിക്കണം. രണ്ടാമത്തെ കാര്യം, ലക്ഷിക്കാൻ ഇടവരാതിരിക്കുവാൻ നാം അവനിൽ വസിക്കണം. ലക്ഷിക്കാൻ ഇടവരാതിരിക്കുവാൻ നാം അവനിൽ വസിക്കണം. നമ്മൾ വായിച്ച 28 വാക്യത്തിലേക്ക് വരാം. അവിടെ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ, കണ്ടോ, ലജ്ജിപ്പാൻ ഇടവരാതിരിക്കണമെങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ? സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞ് അവന്റെ സന്നിധിയിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ ലജ്ജിപ്പാൻ ഇടവരാതിരിക്കണമെങ്കിൽ ഇപ്പോൾ ക്രിസ്തുവിൽ വസിക്കണം. അവന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ലജ്ജിക്കേണ്ടി വരുമോ? അതോ നാം അഭിമാനത്തോടെ നിൽക്കുമോ? സ്തോത്രം. യെഹെസ്കേലിന്റെ ഭാഷ പറഞ്ഞ കാര്യം തീർക്കുന്ന ഒരു നാൾ വരാൻ പോകുന്നു. കൈകൾ ബലപ്പെടുമോ? സ്തോത്രം. നല്ലവനും വിശ്വസ്തനുമായ എന്റെ ദാസനെ എന്നുള്ള വിളിക്ക് നിങ്ങൾ ഓഹരിക്കാരാകുമോ അവിടെ? സ്തോത്രം. സ്നേഹത്തിൽ ഞാൻ പറയുന്നു, ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളുടെയും ഭൗതികതയുടെയും പുറകിൽ ഓടുന്നവരൊക്കെ അവിടെ ലജ്ജിക്കുന്ന സമയം വരാൻ പോവുകയാണ്. അവിടെ പ്രതിഫലങ്ങൾ കയ്യിൽ ഏറ്റുവാങ്ങാൻ ഒന്നുമില്ലാത്ത അവസ്ഥ വരും. ഒരു പ്രതിഫലം പോലും ലഭിക്കാത്ത അവസ്ഥ വരും. ലജ്ജിക്കുന്ന അവസ്ഥ വരും. വളരെ കൃത്യമായി ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ വരുമ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ പ്രത്യേകിച്ച് 2-ാം വാക്യം, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിത്യം നിന്ദയ്ക്കുമായി ഉണരും. ചിലർ അവിടെ വരുന്നത് ലജ്ജിക്കപ്പെടാനാ. ഈ ഭൂമിയിലും ലജ്ജിക്കപ്പെട്ട അവിടെയും ലജ്ജിക്കപ്പെട്ട അവസ്ഥ വരാതിരിപ്പാൻ, ഈ ഭൂമിയിൽ ക്രിസ്തുവിൽ വസിക്കാൻ, അതിനുവേണ്ടി ക്രിസ്തുവുമായുള്ള ബന്ധം ദൃഢമാക്കാൻ അതിനുവേണ്ടി നിങ്ങൾ ഓടിയാൽ അഭിമാനത്തോടെ നിങ്ങൾക്ക് നിൽക്കുന്ന ഒരു സമയം വരുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ ലജ്ജിക്കപ്പെട്ട് തലകുനിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ലജ്ജിക്കാതിരിപ്പാൻ ക്രിസ്തുവിൽ വസിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമത്തെ കാര്യവും യോഹന്നാൻ അതേ വാക്യത്തിൽ പറയുന്നു. 2-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ ഒരു പ്രത്യേക പദപ്രയോഗം കൂടെ പറഞ്ഞാണ് അവസാനിക്കുന്നത്. സ്തോത്രം. നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന്, സ്തോത്രം, എന്ത്? നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പി. എന്തിനാണ് ക്രിസ്തു വസിക്കുന്നത്? നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിക്കണം. സ്തോത്രം. പണ്ട് ഒരാൾ പറഞ്ഞു കേട്ട കഥയാ. ഒരു കൊച്ചു കുഞ്ഞ് ആ വീട്ടിൽ കുറെ താറാവിനെ വളർത്തുന്നുണ്ടായിരുന്നു അവന്റെ അപ്പൻ. കുഞ്ഞ് വടി കൊണ്ട് ഇങ്ങനെ അടിച്ച് കളിച്ചോണ്ടിരുന്നപ്പോൾ ഒരു താറാവ് കുഞ്ഞിന്റെ മേൽ അറിയാതെ കൊച്ചിന്റെ കയ്യിൽ നിന്ന് കമ്പ് കൊണ്ടു. ആ താറാവ് ചത്തുപോയി. ഉടനെ ആ വീട്ടിലെ ജോലിക്കാരൻ അത് കണ്ടു.
ജോലിക്കാരൻ ഓടി വന്നപ്പോൾ അപ്പനോടുള്ള ഭയം കൊണ്ട് ഈ കുഞ്ഞ് ജോലിക്കാരനോട് പറഞ്ഞു, പപ്പായോട് പറയരുത്, പറഞ്ഞ അപ്പ എന്നെ അടിക്കും. അയാൾ പറഞ്ഞു പറയത്തില്ല. അയാൾ ആ താറാവിനെ കൊണ്ട് കുഴിച്ചു. പക്ഷെ പിറ്റേ ദിവസം മുതൽ ജോലിക്കാരന്റെ ഭാവം മാറി. അയാൾ ചെയ്യുന്ന പല ജോലിയും ഈ കൊച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ആ ചെടിക്ക് വെള്ളം ഒഴിച്ച്, ആ ഇന്ന ചെയ്യ്. അവന് പറ്റുകയില്ലെന്ന് അവൻ പറയുമ്പോൾ ഉടനെ പറയും, ഞാൻ നിന്റെ പപ്പായോട് പറയും താറാവിനെ കൊന്ന കാര്യം. ആ വീട്ടിലെ അവകാശിയായവൻ ജോലിക്കാരന്റെ അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നു. എന്താ കാര്യം? അവന്റെ അപ്പനോട് അവന് കാര്യം പറയാൻ പറ്റിയില്ല. ഭയം അവനെ വേട്ടയാടി. ഈ ജോലിക്കാരൻ തന്നെ വല്ലാതെ ചൂഷണം ചെയ്തപ്പോൾ ഒരു ദിവസം അവൻ അപ്പന്റെ റൂമിൽ കയറി ചെന്ന് പറഞ്ഞു, അപ്പ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എങ്ങനെയോ അവൻ പറഞ്ഞൊപ്പിച്ചു. എന്റെ കയ്യിലിരുന്നൊരു കമ്പ് കൊണ്ടൊരു താറാവ് ചത്തുപോയി. അപ്പൻ എന്നോട് ക്ഷമിക്കണം. അപ്പം പറഞ്ഞു, സാരമില്ല, നീ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് വിഷയം തീർന്നു. അവൻ അപ്പനുമായി നിരപ്പായി. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഈ ജോലിക്കാരൻ ഇന്ന ജോലി ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോ അവൻ പറഞ്ഞു, എനിക്ക് പറ്റിയല്ല, വേറെ പണി നോക്കാൻ പറഞ്ഞു. ഉടനെ അയാൾ പറഞ്ഞു, നിന്റെ അപ്പനോട് പറയുന്നു പറഞ്ഞപ്പം അവൻ പറഞ്ഞു, പോയി പറഞ്ഞോളാൻ പറഞ്ഞു. കാര്യം ജോലിക്കാരൻ അറിഞ്ഞില്ല, അവൻ അവന്റെ അപ്പനുമായി നിരപ്പായി. സ്തോത്രം. പിശാച് നിന്നിലെ പല കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തും ക്ലെയിം ചെയ്യിപ്പിച്ചും ഒക്കെ നിന്നെ അടിമത്തത്തിലേക്കും ഭീരുത്വത്തിലോട്ടും കൊണ്ടുപോയി അവന്റെ കയ്യിലെ ആയുധമാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ഭയപ്പെട്ടു നിൽക്കാതെ ധൈര്യത്തോടെ നിന്റെ അപ്പനോട് കാര്യം തുറന്നു പറഞ്ഞ് നിരപ്പ് പ്രാപിക്കാൻ നിനക്ക് കഴിയണമെങ്കിൽ നീ ക്രിസ്തുവിൽ വസിക്കണം. അങ്ങനെ നീ നിന്റെ അപ്പനുമായി നിരപ്പ് പ്രാപിച്ചാൽ നിന്നെ അടിമത്തത്തിൽ വെക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ക്രിസ്തുവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ ധൈര്യമില്ലാത്തവനാണ് ഇപ്പോഴും ആ ഭയത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം പറയാം. റോമാലേഖനം 14-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നാം എല്ലാവരും കണക്ക് ബോധിപ്പിക്കേണ്ട സമയം വരും. അതിനുള്ള ധൈര്യം നിങ്ങൾ എല്ലാവരും പ്രാപിച്ചിട്ടുണ്ടോ? കണക്ക് ബോധിപ്പിക്കുന്ന ദിവസത്തിൽ കണക്കുകൾ കൈമാറാനുള്ള ധൈര്യം നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ എൻ്റെ വചനത്തിന് ചിന്തകൾക്ക് ഇവിടെ വിരാമം കുറിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, അവനിൽ വസിച്ച് നിങ്ങൾ ജീവിച്ചാൽ ധൈര്യത്തോടെ നിങ്ങൾക്ക് നിൽക്കുവാൻ നിങ്ങൾക്ക് കൃപ നൽകും. അങ്ങനെങ്കിൽ കർത്താവിന്റെ വരവ് സമീപമായതുകൊണ്ട്, അവൻ പ്രത്യക്ഷനാകാൻ പോകുന്നത് കൊണ്ട് ലക്ഷിക്കാതിരിക്കുവാൻ, ധൈര്യത്തോടെ അവന് മുമ്പിൽ നിൽക്കുവാൻ നമുക്ക് ആ കർത്താവിൽ വസിക്കാം. നമുക്ക് അവനിൽ വസിക്കാം. ക്രിസ്തു നമ്മിലായി തീരട്ടെ. സ്തോത്രം. അതിനായി ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ദൈവവചനത്തിന് മുന്നിൽ താഴ്ത്തി കൊടുക്കാം. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച കർത്താവിന്റെ വചനത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട് ആ വചനം അവർക്ക് ഗ്രഹിപ്പാനുള്ള ബുദ്ധിയെ തുറന്നു കൊടുത്തു. നിരവധി ആളുകൾക്ക് ഈ വചനം ഒരു മടങ്ങി വരവിനും ശക്തീകരണത്തിനും കാരണമാകട്ടെ. കർത്താവുമായിട്ടുള്ള ബന്ധം പുതുക്കപ്പെടുന്നതിന് കാരണമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവരെല്ലാവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിന്ന് ഇവരെ അകറ്റാൻ ശ്രമിക്കുന്ന എല്ലാ ഈവിൾ സ്ട്രാറ്റജികളെയും ദൈവാത്മാവ് ശാസിച്ച് ഇവരുടെ ബന്ധം ദൃഢമാക്കി ക്രിസ്തു ഇവരിലായി തീരുവാൻ ദൈവമിടയാക്കും. എല്ലാ മഹത്വം കർത്താവിൽ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ.